എൻ്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു വചനമാണ്. ന്യൂ ടെസ്റ്റമെന്റ് ടീച്ചിങ്സ് മിനിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം നാവിൻ്റെ മിനിസ്ട്രിയാണ്, നാവിൻ്റെ ടീച്ചിങ്സ്. കാരണം നമ്മളോട് അച്ഛൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സംസാരിക്കുന്നു, അതിൽ വിശ്വസിച്ച്, അത് കേട്ട് വിശ്വസിച്ച് നമ്മൾ യേശുവിൽ സമർപ്പിച്ച് നമ്മൾ രക്ഷ പ്രാപിക്കും. പിന്നെ നമ്മൾ കുമ്പസാരമാണെങ്കിലും എല്ലാം നമ്മൾ നാവിലൂടെയല്ലേ പറയുന്നത്. നമുക്ക് നിന്ന് കുർബാനയാണെങ്കിലും നാവിലാണ്. അതുപോലെ തന്നെ ഇനി 50 ദിവസം കഴിയുമ്പോൾ എനിക്ക് മെയ് 19 ഈ മാസം പെന്തക്കോസ്റ്റ് തിരുനാൾ വരുന്നത്. അപ്പോൾ ടങ്സ് ഓഫ് ഫയർ എന്നാണ് പറയുന്നത്. ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് നാക്കിന്റെ രൂപത്തിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവവചനം? ടങ്സ് ഓഫ് ഫയർ, നാക്കിന്റെ രൂപത്തിലാണ് അഗ്നിയായി ശിഷ്യന്മാരുടെ ഇടയിൽ വന്നത്. അപ്പൊ നാക്ക് എന്ന് പറയുന്നത് അനുഗ്രഹം വരുന്നതും അനുഗ്രഹം പോകുന്നതും നാക്കിലൂടെയാണ്. നമ്മൾ വളരെ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ദൈവവചനം ശ്രവിക്കുകയും ഇപ്പോൾ റോസറി ചൊല്ലുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കുർബാന സ്വീകരിക്കുകയും ഒക്കെ കൃപയിൽ നിറഞ്ഞു നിന്ന് മണിക്കൂറുകളോളം നമ്മൾ ആരാധനാലയത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ബൈബിൾ വായിക്കുകയും കൊന്ത ചൊല്ലുകയും എല്ലാം ചെയ്തിട്ടും നമ്മൾ ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ നാക്കിന്റെ ദുരുപയോഗം കൊണ്ട് ഈ പ്രാപിച്ച കൃപയും അനുഗ്രഹവും ഒക്കെ ഇതാകും. ഇങ്ങനെ ഞൊടിയിടയിൽ നാക്കിലൂടെ തന്നെ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധിയും ദുഃഖവും കൈപ്പേറിയ അനുഭവങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കും. ഇനി നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടൊന്നും നിങ്ങൾ സമയം കളയണ്ട. ആ ഒരു കടുത്ത പ്രതിസന്ധിയെ നിങ്ങൾ തരണം ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ നിങ്ങൾ അനുഗ്രഹിക്കുക. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു നോക്കുക. നല്ല വ്യത്യാസമാണ്. എന്തായാലും എനിക്ക് വ്യത്യാസമുണ്ട്. കാരണം ഞാൻ പല പ്രതിസന്ധികളിൽ ഞാൻ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും, ഇതെന്താ ദൈവം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എപ്പോഴും ഇങ്ങനെ ചവിട്ടിയെ പോലെ എല്ലാ കുറ്റത്തിനു വേണ്ടി ഒരാൾ വേണമെന്ന് തോന്നുന്നു. എല്ലാ കുറ്റം, എന്ത് കുറ്റം വന്നാലും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് വെറുതെ എൻ്റെ സമയത്ത്. അപ്പൊ ഇനി അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല, ഞാനും ചിന്തിക്കുന്നില്ല. ഞാനും നാക്കിനി നല്ല രീതിയിൽ മറ്റുള്ളവരെ പടുത്തുയർത്താൻ, വളർത്താൻ, സഹായിക്കാൻ, ഇനി എന്തൊക്കെ നമുക്ക് പ്രതിസന്ധി വന്നാലും ആ ഒരു സാഹചര്യത്തെ അനുഗ്രഹിക്കുക. വന്നു നിൽക്കുന്നു അമ്മേ കാണുക, മാധുര്യമേറും നിന്നേത്രങ്ങൾ ശോകപൂർണങ്ങളാണല്ലോ. ഞങ്ങളെ കാത്തുകൊള്ളണേ മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുക. നിന്മാതേ നിന്മക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക. അനേകം പേർ കടന്നു വരാനും അവർക്ക് ഒരുപാട് സാന്ത്വനവും സമാധാനവും ജീവിത പ്രതിസന്ധികളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവും ഒക്കെ ഈശോയുടെ ആ ഒരു മാധ്യസ്ഥതയിൽ അവർക്ക് നടക്കട്ടെ. ആ ഒരു ഇടപെടലിൽ ഈ ദേവാലയം അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ. അനേകം സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും താങ്ങായി, തണലായി, അനുഗ്രഹമായി ഇവിടെ കടന്നു വരാനും അവർക്ക് മനസ്സമാധാനത്തോടുകൂടി മടങ്ങി പോകാനും ഒക്കെ ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് അങ്ങനെ നോക്കി പ്രാർത്ഥിക്കാം. നന്മ എന്ന് പറയുന്ന ഈ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. നന്മ എന്ന് പറയുന്ന ഈ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
മെയ് മാസം തന്നെ നമുക്ക് മറിയൻ ഗാനങ്ങളും മറിയൻ ഭക്തി ഗാനങ്ങളും ബൈബിളിൽ നിന്ന് ദൈവവചനങ്ങളും ഒക്കെ ആയിട്ട് ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും ഒക്കെ ഈ ഒരു കറക്റ്റ് 12 മണിക്ക് ഈ ഒരു ബുധനാഴ്ച നമുക്ക് ഈ ഒരു ദേവാലയത്തിൽ ഈശോയുടെ ദേവാലയത്തിൽ ഒത്തുകൂടാനും പ്രത്യേകിച്ച് 2 or 3 പേർ ദൈവത്തിന്റെ നാമത്തിൽ കൂടി നമ്മൾ എന്ത് ചോദിച്ചോ ആ കാര്യം നടന്നിരിക്കും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, നടക്കട്ടെ, അങ്ങനെയൊക്കെ വേണം നമ്മൾ പറയാൻ. നടക്കണേ എന്നൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. നടക്കട്ടെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ദൈവം തരുന്ന സമൃദ്ധി നമ്മൾ അവകാശമാക്കി നമ്മളത് ക്ലെയിം ചെയ്തു. ആ ഓണർഷിപ്പ് അവകാശം നമ്മൾ ക്ലെയിം ചെയ്തു. നമ്മളെല്ലാവരും ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ കൃപ നമ്മുടെ ജീവിതത്തിൽ തുടരട്ടെ. അനേകം പേർക്ക് നന്മയും വെളിച്ചവും സാന്ത്വനവും സൗഖ്യവുമായി നമ്മുടെ ജീവിത യാത്ര മുന്നോട്ട് പോകട്ടെ. സ്വർഗത്തെ ലക്ഷ്യമിട്ട് അല്ലേ മുന്നോട്ട്. അപ്പൊ ഇനി വരണല്ലോ. ഇനി ഇതുപോലെ കൊത്തേക്കേണ്ട. ഞാൻ എപ്പോ വന്നാലും ഒരു ബാഗ് ഞാൻ